മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയാൽ എന്താണ് കുഴപ്പമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. നടക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതെന്ന് മന്ത്രി സജി ചെറിയാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പേരിൽ തന്നെ മാത്രം ക്രൂശിക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിലെ സാഹചര്യങ്ങൾ പഠിക്കാതെയുള്ള CPM-ന്റെ സഖ്യം ചേരലുകൾ LDF-നെ അപകടത്തിലാക്കുന്നുവെന്ന് CPI മുഖപത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതോടെ LDF-ന്റെ വിശകലനത്തിൽ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രധാന കഥാപാത്രമായി മാറി. ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശൻ വന്നിറങ്ങിയത് ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്ക് നൽകിയ സന്ദേശം ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നൽകുന്നതായെന്നാണ് പൊതുവിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശങ്ങൾ മുഖ്യമന്ത്രി തള്ളിപ്പറയാത്തതാണ് തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമെന്ന വിധത്തിലാണ് ചർച്ചകൾ നടന്നത്. ഈ പ്രചരണങ്ങൾക്കെതിരെ ഒടുവിൽ പ്രതികരിച്ച് വെള്ളാപ്പള്ളി രംഗത്ത് വന്നു. പാവപ്പെട്ട സമുദായക്കാരനായതുകൊണ്ടാണോ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പേരിൽ തന്നെ മാത്രം ചിലർ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് വെള്ളാപ്പള്ളി വിമർശിച്ചത്. മുന്നണികൾ മതസാമുദായിക പ്രീണനം നടത്തുന്നതിനെതിരെ എല്ലാവരും പ്രതികരിക്കാറുണ്ട്. ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെ താൻ മാത്രമല്ല NSS നേതൃത്വവും പ്രതികരിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് ഇതര സമുദായത്തിലുള്ളവർക്ക് സ്കൂളും കോളേജും മാത്രമല്ല ഒരു കുടിപ്പള്ളിക്കൂടം പോലും നൽകാത്തതിനെ കുറിച്ച് പറഞ്ഞത് തെറ്റാണോ? വസ്തുതകളല്ലേ? ഈ വസ്തുത മറച്ചുവെച്ച് വർഗീയ പ്രചാരണം നടത്തുന്നത് മുസ്ലിം ലീഗല്ലേ? കോൺഗ്രസ് അവർ പറയുന്നതിനെയല്ലേ പിന്തുണയ്ക്കുന്നത്? 24 മണിക്കൂറും വർഗീയത പ്രസംഗിക്കുന്ന ലീഗിനെ കൂടെ കൂട്ടി കോൺഗ്രസ് അവരുടെ വ്യക്തിത്വം നശിപ്പിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വലിയ പാരമ്പര്യത്തിനുടമകളാണ് കോൺഗ്രസ് എന്ന് ഇപ്പോഴത്തെ നേതാക്കൾ തിരിച്ചറിയുന്നില്ല. അവർ ലീഗിനെ അടിമപ്പെടുകയാണ്. അയ്യപ്പ സംഗമത്തെ SNDP യോഗം മാത്രമല്ല NSS-ഉം പിന്തുണച്ചിരുന്നു. അവരും പ്രതിനിധിയെ അയച്ചിരുന്നു. അതിൽ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് NSS-നെ കുറ്റപ്പെടുത്താത്തത്? അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ പോയതിനെയും ചിലർ പരിഹസിക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ കാറുള്ളവനാണ് ഞാൻ. മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കാതിരിക്കാൻ എനിക്കെന്തോ അയിത്തമുണ്ടോ? വെള്ളാപ്പള്ളി ചോദിച്ചു. പറയുന്ന കാര്യങ്ങളുടെ വസ്തുത നോക്കാതെ വർഗീയമായി വഴി തിരിച്ചുവിടുന്ന പ്രവണതയാണിപ്പോൾ. ഭൂരിപക്ഷ സമുദായക്കാർ പറയുന്നത് വർഗീയതയും ന്യൂനപക്ഷക്കാർ പറയുന്നത് മതേതരത്വമാണെന്ന മട്ടിൽ പ്രചാരണം നടത്തുന്നതാണ് അപകടമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മുസ്ലിം സമുദായത്തെയും മലപ്പുറം ജില്ലയെയും വിമർശിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ നിരന്തരം പ്രശംസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും LDF നേതാക്കളും സ്വീകരിച്ചതെന്ന വികാരം മലപ്പുറത്തടക്കം ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി മാറിയിരുന്നു. വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസംഗങ്ങൾക്ക് അംഗീകാരം നൽകുന്ന രീതിയിലായിരുന്നു CPM നിലപാട്. അതേസമയം SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ വന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണം നടക്കുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ. ഡോർ തുറന്ന് വെള്ളാപ്പള്ളി തന്നെയാണ് കാറിൽ കയറിയത്. പ്രായമുള്ള ആളല്ലേ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കയറിയതാവും. അതിൽ എന്താണ് തെറ്റ്? മാധ്യമങ്ങൾ സംഭവം വളച്ചൊടിച്ചെന്നും പ്രതിപക്ഷത്തിന് വേറൊരു പണിയുമില്ലെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തെ SNDP യോഗം മാത്രമല്ല NSS-ഉം പിന്തുണച്ചിരുന്നു. അവരും പ്രതിനിധിയെ അയച്ചിരുന്നു. അതിൽ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് മനസ്സിലാകുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതേസമയം വെള്ളാപ്പള്ളി RSS-ന്റെ നാവാണെന്നും അദ്ദേഹം നടത്തുന്ന വിദ്വേഷ പ്രചാരണത്തിന്റെ ആത്യന്തിക നേട്ടം NDA-ക്കാണെന്നും CPM നേതൃത്വത്തിന് തിരിച്ചറിയാനായില്ലെന്ന വിധത്തിലാണ് അവലോകനങ്ങൾ ഉണ്ടായതെന്നും ശബരിമല വെള്ളാപ്പള്ളി വിഷയങ്ങളിൽ സർക്കാരിനെ വിമർശിച്ച് CPI മുഖപത്രമായ ജനയുഗം രംഗത്ത് വന്നു. ഒരു നൂറ്റാണ്ടിലേറെ നീണ്ട സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുമ്പോഴും മതജാതിവാദങ്ങളടക്കം പ്രതിലോമ ചിന്തകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിത്തട്ടിൽ ഇപ്പോഴും ആഴത്തിൽ വേരോട്ടമുള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മുടേതെന്നും വിസ്മരിച്ചുകൂടാ. സതുദ്ദേശത്തോടെയെങ്കിലും LDF സർക്കാർ സമീപകാലത്ത് കൈക്കൊണ്ട ചില നടപടികളെങ്കിലും വിവിധ ജനവിഭാഗങ്ങളിൽ ആശങ്കയും സംശയവും ജനിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതും ബന്ധപ്പെട്ടവർ പുനർവിചിന്തന വിധേയമാക്കണമെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിലും വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളിലും CPM മൃദു സമീപനം സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്ന വിമർശനം നിലനിൽക്കെയാണ് ജനയുഗത്തിന്റെ ഈ വിമർശനം എന്നതും ശ്രദ്ധേയമാണ്.